തൂങ്ങാമ്പാറ. അപ്പൊ നമ്മള് തൂങ്ങാമ്പാറ വഴി വന്നപ്പോ കുറച്ച് ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ഇങ്ങനെ ചാരി നിൽക്കുന്നു. ഇവരുടെ സ്ഥിരം ജോലിയാണല്ലോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചാരി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആളിനെ കാത്തു നിൽക്കുകയാണ്. ആളിനെ കിട്ടിയാ കിട്ടി, ഓടിയാ ഓടി, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് 2 വാക്ക് സംസാരിച്ചിട്ട് പോവാം, അവർക്ക് ഒരു സന്തോഷമാവുന്നേ ആവട്ടെ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കൊടുക്കാനില്ല. പേര്? നമസ്കാരം. പേര്? അശോകൻ. അശോകൻ. അടുത്തൊരാളും ഷംസുദ്ദീൻ. എത്ര കാലമായിട്ട് ഓട്ടോ ഓടിക്കും? അവിടെ 5 വർഷമായി. അതിനു മുമ്പ് വേറെ വണ്ടി അല്ല, വേറെ ഓട്ടോ അല്ല, കാറാണ്. ഈ ഓട്ടോറിക്ഷ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതം? രാവിലെ മുതൽ തുടങ്ങി വൈകുന്നേരം വരെ എത്ര മണി മുതൽ തുടങ്ങും? 6 മണിക്ക് എടുത്താൽ രാത്രി 9-9:30 മണി വരെ പോകണം. അങ്ങനെ ഓടിയാ കിട്ടുമോ? അല്ല, എല്ലാവർക്കും പ്രധാനം അതാണ്, നമ്മുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നടക്കാൻ പറ്റുക. ഇതൊരു നല്ല ജോലിയായിട്ടാണ് കാണുന്നത്. മീൻസ് അത്യാവശ്യം ഒരു മാന്യമായി ജീവിക്കാനുള്ള ശരിക്കും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു തൊഴിലാളി വർഗമാണ് അല്ലേ? അങ്ങനെ ഒരു നിങ്ങളൊരു യൂണിയൻ ഒക്കെ ഉണ്ടോ? ഇവിടെ നിൽക്കുക അടുത്തില്ല, നമ്മള് കാണട്ടെ. യൂണിയനൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമോ? ഞാൻ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ? കുടുംബം നോക്കുന്ന ഇതുകൊണ്ട് തന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പരിപാടി പിന്നെ ഓട്ടം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കില്ല. നമുക്ക് മറ്റൊരാളുടെ പറയാൻ നോക്കില്ലല്ലോ. നമ്മുടെ ബുദ്ധിമുട്ട് പറയുക അല്ലല്ലോ നമ്മുടെ ജീവിതം. നമ്മള് ബുദ്ധിമുട്ടിനകത്ത് നമുക്ക് ജീവിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതിന്റെ ആവശ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. മന്ത്രി ഇപ്പൊ ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞല്ല, അങ്ങനെ ഒരു ഓർഡർ ആക്കി. ഓൾ കേരള ലൈസൻസ്. അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് പെറ്റി അടിക്കും. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ സൗകര്യമാണ്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഈ ലൈസൻസ് ഓൾ കേരള ആക്കിയതുപോലെ വേറെ ഒരു കാര്യം കൂടെ ചെയ്താൽ നന്നായിരുന്നു എന്ന് വല്ലതും തോന്നുന്നുണ്ടോ? അല്ല, അത് സപ്പോർട്ട്. അത് ഞാൻ പറയാം, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം വല്ലതും പറയാനുണ്ടോ? ഇപ്പൊ ചിലപ്പോ ഇത് മോട്ടോർ വാഹന വകുപ്പിലുള്ള ആരെങ്കിലും കണ്ടാൽ അവർക്കത് കേട്ട് തോന്നിയാലും അങ്ങനെ പ്രത്യേകിച്ച് അല്ല, എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല, ആളുകൾ ഇതിനകത്ത് കയറിയാൽ മതി. നമ്മൾ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മീറ്ററിനകത്തുള്ള ാണോ എല്ലാരും അങ്ങനെയാണോ? എല്ലാരും അങ്ങനെ അല്ല. ഈ നമ്മളെ ചെറിയ ചെറിയ ഓട്ടങ്ങൾ ഇവിടെ ഉള്ളിടത്ത് മീറ്റർ അടിക്കില്ല, അല്ലാത്തടത്ത് മീറ്റർ അടിക്കുന്നു. എന്റെ അടുത്ത് ഒരു സുഹൃത്ത് പറയും, നമ്മൾ ഈ ഓട്ടോറിക്ഷ കയറിയാൽ ചിരിക്കരുത്, ചിരിച്ചു കഴിഞ്ഞാൽ പുള്ളി 5 രൂപ ആദ്യം ചോദിക്കുന്നു. മസിൽ പിടിച്ചേ ഇരിക്കാവുള്ളൂ. ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് ഇവിടുത്തെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് കറക്റ്റ് പൈസ നമ്മൾ 60 രൂപ ഓട്ടാണ് 50 രൂപ നമുക്ക് കിട്ടുന്നത്. മീറ്റർ അടിച്ചത് 80 രൂപ. ഈ കുറ്റമ്പള്ളി പോകുമ്പോൾ 80 രൂപ ഓട്ടം, ഞങ്ങൾ തന്നെ 60 രൂപ. 60 രൂപ വാങ്ങിക്കുന്നുള്ളൂ. അതങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ? നിങ്ങൾ 80 രൂപ സ്ഥിരം 60 ആയതാ, 50-60 ആക്കി. ഞാൻ അവിടെ തൃപ്പൂണിത്തുറ താമസിക്കുമ്പോൾ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് പോകാൻ 60 രൂപയായിരുന്നു. ഇപ്പൊ അവര് 80 രൂപ വാങ്ങിക്കുന്നു. ബാക്കിയുള്ള എല്ലായിടത്തും ഇങ്ങനെയാണ്. നമ്മള് ദൂരോട്ട് പോകുമ്പോൾ മാത്രം നമ്മൾ മീറ്റർ അടിച്ച് പോകും. മീറ്റർ അടിച്ച് പോകണമെന്ന് പറഞ്ഞാൽ മീറ്റർ അടിച്ചു പോകും. എന്നാൽ നമുക്ക് 10 രൂപ ലാഭം കിട്ടും. ഇവിടെ ഓർഡർ അനുസരിച്ചാണല്ലേ ഫ്രണ്ടില്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ദിവസം എത്ര ട്രെയിനൊക്കെ പോകും? 40 കിട്ടും. നമ്മൾ ഏറ്റവും മേലെ തള്ളി ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരുമ്പോൾ 30, 40, 50. പിന്നെ വല്ല ആരെങ്കിലും വിളിച്ച ഓട്ടോ ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിക്കുന്ന ഓട്ടോ ഉണ്ട് അല്ലേ? അതേ ഉള്ളൂ. അല്ല ഇവിടെ കുടുംബം അങ്ങനെയാണ്, മക്കളൊക്കെ മക്കള് ഇപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യം നോക്കിയാൽ മതി. അപ്പൊ ഈ ശരിക്ക് ഒരു ജോലി എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയ ഇതിനെ ഒരു അഴിമതി കൊണ്ട് നടക്കുന്ന പാർട്ടികൾ കുറച്ചുണ്ട്. അതെല്ലാം എല്ലായിടത്തും ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്റ്റാൻഡിലുള്ളതിൽ ഇന്നുവരെ ആരും നമ്മളെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ പോയിട്ടില്ല കംപ്ലൈന്റ് പറയാനോ. പക്ഷെ അങ്ങനെ ഉള്ളിടത്തുണ്ട്. എല്ലാവരും ഒരേവരായിരിക്കണമെന്നില്ല. എല്ലായിടത്തും പല രീതിയാണ്. ഞങ്ങളിവിടെ ഇതുവരെ സ്റ്റാൻഡിൽ ഒരു ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളിവിടെ മാന്യമായിട്ടാണ് അങ്ങനെ ഓടുന്നവർ തന്നെയാണ് ശരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി കേരളത്തിൽ മൊത്തം ഓടി കൂടുതൽ ഓട്ടം കിട്ടി നമുക്ക്
മര്യാദക്കുള്ള കാശ് കിട്ടി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കിട്ടാറില്ല. ഇതിപ്പോ ഈ കൂടുതലും CNG ആക്കിയിട്ടുണ്ടല്ലോ, ആ CNG ഇവിടെ 5-6 വണ്ടിയുണ്ട്. CNG അത് കുറച്ച് ലാഭമല്ലേ. അത് കുറച്ചുകൂടി ലാഭം. ഇലക്ട്രിക്കൽ പെട്രോളാണ് ഇല്ലെങ്കിൽ ഇവിടെ ഇല്ല. ഇവിടെ വന്നത് ഈ സ്റ്റാൻഡില്ല. ഇപ്പൊ ഇലക്ട്രിക്കൽ പിന്നെ ലാഭമാണ്. CNG മാത്രം വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം പെട്രോൾ അല്ല, ഇലക്ട്രിക്കൽ ഇതിനേക്കാളും പിന്നെ ലാഭമാണ്. അല്ലെങ്കിൽ ലാഭമാണ്. അത് ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല. ഇപ്പൊ കയറ്റി ഇറക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് മറ്റും ഉണ്ടോ, എമൗണ്ട് താങ്ങാൻ പറ്റുന്നത്. നല്ല എമൗണ്ട് ആവും. അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ തൂങ്ങമ്പാറയിലെ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചുപേരെ കണ്ടോണ്ട് ഇറങ്ങിയതാണ്. സംസാരിച്ച ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും നമ്മളോട് വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ വേറെ എന്തോ കുഴപ്പത്തിന് വന്നാണെന്ന് ചിന്തയായിരിക്കും അല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇല്ലാത്തത്. അപ്പൊ ഞാനത് അശോകൻ ചേട്ടനുമായിട്ട് അല്പസമയം സംസാരിച്ചു. കുറച്ച് കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. എല്ലാം നല്ലതായിട്ട് വരുന്നത്. ഓണാശംസ, ഓണൊക്കെ ഇല്ലേ, ഓണത്തിന് കുറച്ച് ഓട്ടോ ഒക്കെ കിട്ടി, ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു, ഓണമൊക്കെ നല്ലതാവും. ശരി. അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരൻ കണ്ടപ്പോ ഒന്ന് സംസാരിച്ചതാണ്. നമ്മളടുത്ത സ്ഥലത്തേക്ക് പോവാ.